ഹൃദയപൂർവം 118. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, വിവാഹ ഒരുക്കങ്ങൾ ഉടനെ തുടങ്ങിയാലോ? നാളെ തന്നെ വേണമെങ്കിൽ പോയി ഒരു ജോത്സ്യനെ കാണാം. വിവാഹത്തിനുള്ള ഡേറ്റും കാര്യങ്ങളും കുറിക്കാം. എന്തു പറയുന്നു? നവീന്റെ അച്ഛൻ ചോദിച്ചു. ശരി, അങ്ങനെ ചെയ്യാം. എനിക്ക് ആ ഞണ്ടിനോട് നന്ദി പറയാൻ തോന്നുന്നു. നവീൻ അടുത്തിരുന്ന ഉദയനോട് പറഞ്ഞതും എന്തിന് അവൻ ചോദിച്ചു. അമ്മ ആ ഞണ്ട് വാങ്ങിയത് കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വിവാഹക്കാര്യം ശരിയായല്ലോ. എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനും പോകുന്നു. നവീൻ പറഞ്ഞു. നല്ല കണ്ടുപിടുത്തമായി പോയല്ലോ. നിന്നെപ്പോലെ ചിന്തിക്കുന്ന ആരും ഉണ്ടാവില്ല, ഉദയൻ പറഞ്ഞു. പിന്നെയും കുറച്ചുനേരം എല്ലാവരും സംസാരിച്ചതിനു ശേഷം എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. രാത്രി യാത്ര പറയാൻ പാടില്ല എന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് നവീന്റെ അച്ഛനും അമ്മയും ഇറങ്ങി. നീ വരുന്നില്ലേ? അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണോ? ഇറങ്ങാൻ നേരം നവീന്റെ അച്ഛൻ ചോദിച്ചു. ഇല്ല, ഞാൻ വരുന്നുണ്ട്, നവീൻ പറഞ്ഞു. എന്നാ വാ. ആ, നിങ്ങൾ നടന്നോ, ഞാൻ വന്നോളാം, അവൻ പറഞ്ഞു. അതെന്താ ഞങ്ങളുടെ ഒപ്പം വന്നാല്? നവീന്റെ അച്ഛൻ ചോദിച്ചു. ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ് അവൻ വേഗം ഇറങ്ങി. അച്ഛൻ അതിനൊന്ന് കനപ്പിച്ച് മൂളിക്കൊണ്ട് നടന്നു. കൂടെ അമ്മയും. അതെ, നാളെ കരാർ എഴുതാൻ പോകുകയല്ലേ? ഇറങ്ങാൻ നേരം നവീൻ ചോദിച്ചു. ആയിക്കോട്ടെ, എഴുതാം. അതിനി നല്ല ദിവസം നോക്കണോ? മാധവ് ചോദിച്ചു. വേണ്ട, നാളെ തന്നെ ചെയ്യാം. ആ പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ദേവികയുടെ ഡിവോഴ്സ് കിട്ടിയാൽ നന്നായിരുന്നു. അതൊന്ന് വിളിച്ച് വക്കീലിനോട് സംസാരിക്കണം കേട്ടോ, നവീൻ ശരത്തിനോട് പറഞ്ഞു. ആ, അത് ഞാൻ വിളിച്ച് സംസാരിച്ചോളാം, ശരത്ത് പറഞ്ഞു. എന്നാ പിന്നെ നാളെ കാണാം. ആ ഇഷാനി, നാളത്തെ കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയി ആക്കി തരാം കേട്ടോ, നവീൻ പറഞ്ഞു. അതിന് അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ പോയതും നീ വാ, നിന്നെ വീട്ടിലാക്കണ്ടേ, ശരത്ത് സന്ദീപിനോട് ചോദിച്ചു. വേണ്ട, ഞാനിന്ന് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞോളാം, സന്ദീപ് പറഞ്ഞു. അത് മതിയോ? ആ മതി. ആദ്യം നിന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറയണം നീ ഇന്ന് അവിടെയാണ് എന്ന്. ആര് ചോദിച്ചാലും പറയണമെന്ന്, പ്രത്യേകിച്ച് നിന്റെ അമ്മ. പിന്നെ അതിനുശേഷം നിന്റെ വീട്ടിലേക്ക് വിളിക്കണം. വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ച് അവരോട് പറയണം നീ ഇന്ന് വരില്ല എന്ന്. അതിന്റെ കൂട്ടത്തില് അക്കാര്യം അമ്മയെ അങ്ങോട്ട് വിളിച്ച് പറയരുത് എന്നും നീ പറയണം. അമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയണം. കൂട്ടത്തില് എന്തായാലും നീ ഒരു താക്കീത് കൂടി കൊടുത്താൽ അവർ അനുസരിക്കും എന്നെനിക്ക് തോന്നുന്നു. അമ്മ വിളിച്ചു ചോദിച്ചാ നീ പറഞ്ഞാ മതി, ഉദയൻ പറഞ്ഞു. എന്നാ ശരി, രാവിലെ കാണാം എന്ന് പറഞ്ഞ് മാഷും ടീച്ചറമ്മയും സാന്ദ്രയും ഇഷാനിയും അവരുടെ വീട്ടിലേക്ക് നടന്നു. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് മാധവും ലക്ഷ്മിയും ശരത്തും ദേവികയും അടക്കം അവരവരുടെ മുറികളിലേക്ക് പോയി. ശരത്ത് റൂമിലേക്ക് ചെല്ലുമ്പോൾ ദേവു വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ദേവിക ശരത്ത് വരുന്നത് വരെ അവനെ കാത്ത് ബെഡിലിരുന്നു. വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയ അവൾ ബെഡിൽ ഇരിക്കുന്നത് കണ്ടു. അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ട് എന്ന് തോന്നി. ശരത്ത് ദേവികയെ നോക്കി. ദേവിക, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ ചോദിച്ചു. അത് പിന്നെ ശരത്തേട്ടാ, നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അത് എന്റെ പേരിൽ കൂടി വാങ്ങണ്ട, ശരത്തേന്റെ പേരിൽ തന്നെ വാങ്ങിയാൽ മതി, ദേവിക പറഞ്ഞു. അത് കേട്ടതും കയ്യിലുണ്ടായിരുന്ന ടവൽ അവിടെയുള്ള കസേരയിൽ ഇട്ടുകൊണ്ട് ശരത്ത് അവളുടെ അടുത്ത് വന്നിരുന്നു. അതെന്താ? അവൻ വന്നുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ശരത്തേട്ടൻ എന്റെ കഴുത്തില് താലി കെട്ടി എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. നിയമപ്രകാരം ഞാനിപ്പോഴും വിവാഹമോചനം നേടിയിട്ടില്ല. എന്റെ പേരിലേക്ക് കൂടി ഇങ്ങനെ വാങ്ങിയാൽ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ വിവാഹമോചനം നടക്കാതെ പോയാല്. അത്രയും പറഞ്ഞതും ശരത്ത് അവളുടെ വായ മൂടി പിടിച്ചു. വേണ്ട, അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. വിവാഹമോചനം നടക്കും. നിന്റെ വിവാഹമോചനം നടന്ന പിറ്റേ ദിവസം ഞാൻ നിന്നെ നിയമപ്രകാരം വിവാഹം കഴിച്ചിരിക്കും. പിന്നെ എന്താ പ്രശ്നം? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ മുഖം കൈക്കൊമ്പിളിൽ എടുത്തു. എന്തിനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചു കൂട്ടുന്നത്? ശരത്ത് ചോദിച്ചു. അങ്ങനെ സംഭവിച്ചാല് ശരത്തേട്ടന്റെ സമ്പാദ്യം മുഴുവനും ശരത്തേട്ടന് അത് മുഴുവനും നഷ്ടാവില്ലേ? അവൾ ചോദിച്ചു. എന്ത് വിശ്വസിച്ചാണ് എന്റെ പേരിലേക്ക് അത്രയും വലിയ എമൗണ്ട് മുടക്കുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അവൾ ചോദിച്ചു. ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഭർത്താവ് പറയുന്ന ഭാര്യ അനുസരിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. ബാക്കിയുള്ള തീരുമാനങ്ങളെല്ലാം ഞാൻ നിനക്ക് വിട്ടു തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്താ കുഴപ്പം? ഇത് ഞാൻ എന്തായാലും തീരുമാനിച്ചതാണ്.
എല്ലാവരും അവരവരുടെ ഭാര്യമാരുടെ പേരിലാണ് വാങ്ങുന്നത്. എന്റെ ഭാര്യ നീയാണ്. നിനക്ക് വേണ്ടി എന്റെ എല്ലാ സമ്പാദ്യവും ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ എല്ലാം നിനക്കുള്ളതല്ലേ? സമ്പാദ്യം മാത്രമല്ല, ഈ ഞാൻ തന്നെ നിനക്കുള്ളതല്ലേ പെണ്ണെ? ശരത്ത് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർ അവന്റെ ഉള്ളം കൈയിൽ പതിഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ കരയാതിരിക്കാനല്ലേ ഞാൻ നിന്നെ എന്റെ കൂടെ കൂട്ടിയത്? എന്നിട്ടും ഇപ്പോഴും ഈ കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ഞാൻ തോറ്റു പോവുകയാണല്ലോ ദേവിക കൊച്ചെ. അവൻ ചോദിച്ചതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. തോറ്റു പോകുന്നത് ഞാനാണ്. നിങ്ങളുടെ സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിക്കുകയാണ്. അവൾ പറഞ്ഞതും ഇക്കാര്യത്തില് ഞാൻ നിന്നെ തോൽപ്പിക്കും, മത്സരിക്കും. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ പ്രണയിക്കാൻ ഈ ശരത്ത് മത്സരിച്ചു കൊണ്ടിരിക്കും. അവൻ പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മത്സരം തന്നെ വെച്ചാലോ? എന്താ, ജയിക്കാൻ നോക്കുന്നോ? അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും നമുക്ക് മത്സരം തന്നെ വെച്ചാലോ ദേവുട്ടി? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ മൂക്കിൽ പിടിച്ചു. വേണ്ട, പെട്ടെന്ന് അവൾ പറഞ്ഞതും അവൻ എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ മുഖം ചുരുക്കിക്കൊണ്ട് അവളെ നോക്കി. ഇവിടെ ശരത്തേട്ടൻ ജയിച്ചാ മതി, അത് മതി. എന്നെ സ്നേഹിച്ച് തോൽപ്പിച്ചാൽ മതി, അവൾ പറഞ്ഞു. ഇപ്പോൾ ഞാനും ശരത്തേട്ടന്റെ സ്നേഹത്തിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവൾ പറഞ്ഞതും അവൾ പറയുന്ന വാക്കുകൾക്കായി കാതോർത്തു. ശരത്തേട്ടന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് എനിക്കറിയാം. അറിയാഞ്ഞിട്ടല്ല, ഞാൻ ശരത്തേട്ടനെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സ് മുഴുവനും, എൻ്റെ ശ്വാസം പോലും ഇപ്പോൾ നിങ്ങളാണ്. ഈ താലി എൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ ഞാൻ അറിയുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. അവൾ പറഞ്ഞതും അവൻ ഒരുപാട് സന്തോഷത്തോടെ അവളുടെ കവിളിൽ ചുംബിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളും അവനും ഒന്ന് പതറിപ്പോയിരുന്നു. അവളെങ്ങാനും ദേഷ്യപ്പെടുകയോ എഴുന്നേറ്റ് മാറുകയോ ചെയ്യുമെന്ന് കരുതി. സോറി ദേവു, പെട്ടെന്ന് താൻ പറഞ്ഞതും ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, അവൻ പറഞ്ഞു. എന്നാൽ അവളുടെ ചുണ്ടിലെ ചെറിയൊരു പുഞ്ചിരി കണ്ടതും അവന്റെ മുഖത്തെ ടെൻഷൻ മാറി. അവിടെയും ഒരു പുഞ്ചിരി തെളിഞ്ഞു. അപ്പോ എന്നോട് പിണക്കൊന്നുമില്ലല്ലോ? സന്തോഷം കൊണ്ട് അവൻ ചോദിച്ചു. അവൾ അപ്പോഴും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. പറ ദേവു, ഞാനങ്ങനെ ചെയ്തത് കൊണ്ട് നിനക്ക് ദേഷ്യമുണ്ടോ എന്നോട്? അവൻ ചോദിച്ചു. ഇല്ല എന്നവൾ തല അനക്കി കാണിച്ചു. അപ്പോ നീ എന്റെ ഭാര്യയാകാൻ റെഡിയാണോ? അവൻ ചോദിച്ചതും പതിയെ തല ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് സമയം വേണമെന്ന് പറയാൻ ഇനി എനിക്കാവില്ല. പക്ഷെ എനിക്ക് പേടിയാണ്, ഈ ഡിവോഴ്സ് കിട്ടുന്നത് വരെ എനിക്ക് നല്ല പേടിയാണ്. അവൾ പറഞ്ഞതും അവളുടെ പേടി മനസ്സിലായതുപോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ശരീരം കൊണ്ടല്ല ദേവിക, മനസ്സ് കൊണ്ടാണ്. ആ മനസ്സ് നീ ആദ്യം എനിക്ക് തന്ന് സ്നേഹിക്ക്. എന്നിട്ട് നീ ഓക്കെ ആയി കഴിഞ്ഞാൽ നീ എന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ അറിയാൻ തയ്യാറായാൽ മാത്രമേ ഞാൻ നിന്നെ സ്വന്തമാക്കൂ. അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ നെഞ്ചിൽ ചേർന്ന് കൊണ്ട് കരഞ്ഞു. അവൻ ഒന്നും മിണ്ടാതെ അവൾക്ക് കുറച്ച് സമയം കൊടുത്തു. പിന്നെ അവൻ പറഞ്ഞു, ഒരുപാട് സമയം തരില്ല, എനിക്ക് പറ്റാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. അവളെ അവന്റെ നെഞ്ചിൽ ചേർത്ത് കിടന്നു. പതിയെ തട്ടിക്കൊടുത്തു. അവൾ ഉറങ്ങിയെന്ന് കണ്ടതും അവൻ അവളെ നേരെ കിടത്തി ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവളുടെ അടുത്ത് ചെന്ന് അവളെ വീണ്ടും നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അവന്റെ നെഞ്ചിൽ കയറ്റി കിടത്തി. അതറിഞ്ഞതുപോലെ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ മിന്നി മാഞ്ഞു. രാവിലെ പതിവ് പോലെ ലക്ഷ്മിയും ദേവുവും ചേർന്നാണ് കോഴികളെ നോക്കുന്നതും. അതിപ്പോൾ അവരുടെ എല്ലാവരുടെയും സ്ഥിരം കാഴ്ചയായി മാറി. പിന്നീട് അങ്ങോട്ട് എല്ലാവരും തിരക്കിലായിരുന്നു. ജോലിക്ക് പോകാനും മറ്റും എല്ലാവരും റെഡിയായി വന്നതും ശരത്തും ദേവുവും ആദ്യം ഇറങ്ങി. അവരുടെ പുറകെ തന്നെ ലക്ഷ്മിയും സാന്ദ്രയും മിത്രയും ഇറങ്ങി. അവർ പുറത്തേക്ക് വന്നതും അവരുടെ കൂടെ പോകാനായിട്ട് ശാലുവും ലാവണ്യയും ഒരുമിച്ച് വന്നു. ഒരുമിച്ചാണ് അവർ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നത്. ബസ്സിൽ കയറിയതും മാധവ് ലക്ഷ്മിയെ നോക്കിയതും അവൾ അവനെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. ആ സമയമാണ് അടുത്തുള്ള നേരെ സൈഡ് സീറ്റിലിരുന്ന ഒരു സ്ത്രീ അവനെ നോക്കുന്നത് കാണുന്നത്. മാധവ് ലക്ഷ്മിയെ നോക്കി ചിരിച്ചു. അത് കണ്ടുകൊണ്ടാണ് ആ സ്ത്രീ ലക്ഷ്മിയെ നോക്കിയത്.
ലക്ഷ്മിക്ക് ആളെ മനസ്സിലാകാത്തത് കൊണ്ട് അവൾ സാന്ദ്രയുമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ നിന്നു. അപ്പോഴാണ് മാധവിനോട് ആ സ്ത്രീ സംസാരിക്കുന്നത് ലക്ഷ്മി കാണുന്നത്. അതെ മോളെ ലക്ഷ്മി, നീ ഒന്ന് സൂക്ഷിച്ചോ, സാന്ദ്ര പറഞ്ഞതും എന്തിനാ, എന്താ, അല്ല നീ ഒന്ന് നിന്റെ ഭർത്താവിനെ സൂക്ഷിച്ചോ എന്ന് സാന്ദ്ര പറഞ്ഞതും എന്തിന്, എനിക്ക് മനസ്സിലായില്ല. അവൾ പറഞ്ഞുകൊണ്ട് മാധവിനെ നോക്കി. അത് പിന്നെ മാധവിനോട് സംസാരിക്കുന്ന ആ സ്ത്രീയെ നിനക്ക് മനസ്സിലായില്ലല്ലേ? മാധവേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ സഹോദരിയാണ്. മാധവേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പെണ്ണിന്. വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് മാധവേട്ടന് ആലോചനയും വന്നതാണ്. പക്ഷേ മാധവേട്ടൻ പിടികൊടുത്തില്ല. എന്തോ ഒരു താല്പര്യക്കുറവായിരുന്നു. ആ പെൺകുട്ടിയെ സഹോദരിയുടെ സ്ഥാനത്താണ് കണ്ടത് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവരവളെ വേറെ വിവാഹം കഴിപ്പിച്ചയച്ചു. ഇവിടെയല്ല, ദൂരെ എവിടെയോ ആണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ ബസ്സിൽ കയറും, എന്നിട്ട് സ്റ്റാൻഡിൽ പോയി ഇറങ്ങും. ഇത് പറഞ്ഞത് മൊയ്തീനാണ് കേട്ടോ. പിന്നെ തിരിച്ച് ആ ബസ്സിൽ തന്നെ കയറിയിരിക്കും. ഒരു ദിവസം ഈ ബസ് എത്ര പ്രാവശ്യം ട്രിപ്പ് ഉണ്ടോ അത്രയും പ്രാവശ്യം ആ സ്ത്രീ ഉണ്ടാകുമെന്ന പറഞ്ഞത്. ആദ്യം അവരാരും അത് കാര്യമാക്കിയില്ല. പിന്നെ മാധവേട്ടൻ തന്നെ ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, വല്ലപ്പോഴല്ലേ ഞാൻ ഇങ്ങോട്ട് വരൂ, ഞാൻ ഈ യാത്ര ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണെന്നാ പറഞ്ഞത്. പിന്നെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തില് ഇവിടെ വന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിനൊരു സുഖമാണെന്ന് അവർ പറഞ്ഞു. പിന്നെ മാധവേട്ടൻ അത് കാര്യമാക്കിയില്ല. പക്ഷെ കുറെ നാളായിട്ട് ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. സാന്ദ്ര പറഞ്ഞതും അത് ശരിയാ, ഇപ്പൊ 1 വർഷത്തോളം ആയിട്ടുണ്ടാവും അല്ലേ ആ പെണ്ണ് ബസ്സിൽ കയറിയിട്ട്? മിത്ര ചോദിച്ചു. കാണാതായപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ ഇല്ലാന്ന് പറഞ്ഞത്. പുറത്തേക്ക് പോകുന്ന കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഏട്ടന്റെ ഫ്രണ്ട് ആണല്ലോ അവളുടെ സഹോദരൻ, അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ പോയിട്ടുണ്ടാവുന്ന കരുതിയത്. പക്ഷെ ഇപ്പോ എവിടെ നിന്നാണവോ പൊട്ടി മുളച്ചത്, സാന്ദ്ര പറഞ്ഞു. എന്നാൽ ലക്ഷ്മി നോക്കിയത് മാധവിനെയായിരുന്നു. ആ പെണ്ണ് ചോദിക്കുന്നതിന് മറുപടി പറയുന്നുണ്ട്. പിന്നെ തിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. സ്കൂളിന്റെ ബസ് സ്റ്റോപ്പ് എത്തി. ബസ്സിൽ നിന്നും ഇറങ്ങാൻ പോയ ലക്ഷ്മിയെ മാധവ് വിളിച്ചു. ലക്ഷ്മി അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ, എന്താ മാധവേട്ടാ, അവൾ ചോദിച്ചു. അർച്ചന, ഇതാണ് എന്റെ ഭാര്യ ലക്ഷ്മി, ഈ സ്കൂളിലെ ടീച്ചറാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോ 1 മാസം ആകാൻ പോകുന്നു. മാധവ് നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെയാണ് പറഞ്ഞത്. ലക്ഷ്മി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മാധവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യം അവൾ അപ്പോഴാണ് അറിയുന്നത്. ആരും അവളോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. രാവിലെ തന്നെ മാധവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ബസ്സിൽ വന്ന് കയറിയത്. പക്ഷെ മാധവിന്റെ ആ മറുപടി അവൾക്ക് വല്ലാതെ വേദനിച്ചു. തന്റെ വിവാഹം കഴിഞ്ഞതാണ്, എന്നാലും താൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ, കൂടെ ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, വാശി പിടിച്ചതല്ലേ. അതുകൊണ്ട് മാധവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് കേട്ടപ്പോ ഒരു വിഷമം. അർച്ചന ഓർത്തു. ലക്ഷ്മിയെയും മാധവിനെയും നോക്കി അർച്ചന ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ചിരിയിൽ ഒട്ടും ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്ന് അവൾക്ക് തന്നെ തോന്നി. ഞാൻ ഇറങ്ങട്ടെ മാധവേട്ട, ലക്ഷ്മി ചോദിച്ചു. ശരി, ഞാൻ വിളിക്കാം, മാധവ് പറഞ്ഞു. ചെറിയൊരു പുഞ്ചിരിയോടെ മാധവിനെയും അർച്ചനയെയും നോക്കിക്കൊണ്ട് ലക്ഷ്മി ഇറങ്ങി. ലക്ഷ്മി റോഡ് മുറിച്ച് കടന്ന് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പോകുന്നത് നോക്കി നിന്നതിന് ശേഷമാണ് മാധവ് ബസ് എടുത്തത്. മാധവ് ലക്ഷ്മിയെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ കാണുന്ന ആ പ്രണയം, ആ ഒരു സന്തോഷം, അത് ആദ്യമായിട്ട് കാണുന്നത് പോലെ അർച്ചന നോക്കി. രവിച്ചേട്ടാ, ഇത് പണിയാകുന്നു തോന്നുന്നു, ബസിന്റെ ഡോറിൽ നിന്നും ബാലു പറഞ്ഞതും. ഒരു കുഴപ്പമുണ്ടാവില്ല, ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതേ മാധവാണ്, ചെറിയൊരു പുഞ്ചിരിയോടെ രവിച്ചേട്ടൻ പറഞ്ഞു. അത് ശരിയാണ്, എന്നാലും ഇത്രയും നാളും ഇതെവിടെയായിരുന്നു? ശല്യം കുറെ നാള് ഉണ്ടാകാതിരുന്നപ്പോൾ ഞാൻ കരുതി ഇത് നാട് വിട്ടുപോയി എന്ന്. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, മാധവേട്ടന്റെ വിവാഹം കഴിഞ്ഞല്ലോ. ഇനി അവൾ പുറകെ നടന്നിട്ടും ഒരു കാര്യവുമില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പുറകെ നടന്നിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് ഇപ്പോ, ബാലു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ബസ് സ്റ്റാൻഡ് എത്തിയതും എല്ലാവരും ഇറങ്ങിയിട്ടും അർച്ചന ഇറങ്ങാതെ തന്നെ ഇരുന്നു. അത് കണ്ടതും രവിച്ചേട്ടൻ മാധവിന്റെ അടുത്തേക്ക് വന്നു. മാധവ്, നീ എപ്പോഴാ പോകുന്നത്? രവിച്ചേട്ടൻ ചോദിച്ചു. ഞാനിപ്പോ ഇറങ്ങും, വിനു വന്നു കഴിഞ്ഞാ ഞാൻ പോകും, മാധവ് പറഞ്ഞു. നീ ഒറ്റയ്ക്കാണോ, കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ? രവിച്ചേട്ടൻ ചോദിച്ചു. ഉണ്ട്, ഉദയൻ വരും, ബാക്കി എല്ലാവരും തിരക്കിലാണല്ലോ. അപ്പൊ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം എല്ലാവരും കൂടി വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് തീർക്കാമെന്ന് കരുതുന്നു, മാധവ് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും മാധവേട്ട, അവൾ വിളിച്ചു.
അവൾ ഇരിക്കുന്നത് കണ്ടിട്ടും അത് കാര്യമാക്കാതെ ഇറങ്ങിപ്പോകാൻ നോക്കിയതാണ് മാധവ്. എനിക്ക് എനിക്ക് മാധവേട്ടനോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. അവൾ പറഞ്ഞതും മാധവ് രവിച്ചേട്ടനെ ഒന്ന് നോക്കി. നിങ്ങൾ സംസാരിക്ക, ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രവിച്ചേട്ടൻ പോയി. എന്താ നിനക്ക് പറയാനുള്ളത്? മാധവ് ചോദിച്ചു. നമുക്കൊരു കോഫി കുടിച്ചാലോ മാധവേട്ട, എന്നിട്ട് സംസാരിക്കാം. മാധവേട്ടൻ തിരക്കാണോ? അവൾ ചോദിച്ചു. ഇല്ല, എനിക്ക് വേറൊരു കാര്യത്തിന് പോകണമായിരുന്നു. ഉദയൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇനി വിനുവായിരിക്കും ബസ് എടുക്കുന്നത്, മാധവ് പറഞ്ഞു. എന്നാൽ നമുക്ക് ഒരു കോഫി ഷോപ്പിലേക്ക് ഇരിക്കാം, അവൾ ചോദിച്ചു. മാധവ് ഒന്ന് ആലോചിച്ചതിന് ശേഷം ബസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി. സ്റ്റാൻഡിന്റെ പുറത്തായിട്ടുള്ള ഒരു കോഫി ഷോപ്പിലേക്കാണ് മാധവ് പോയത്. ഓപ്പൺ ഏരിയയിലുള്ള ഒരു കോഫി ഷോപ്പ് ആയതുകൊണ്ട് തന്നെ പുറമേയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. അവൻ അവിടെയാണ് ഇരുന്നത്. ഉദയനെ വിളിച്ച് അവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവൻ വന്നാൽ കാണാൻ പാകത്തിന് തന്നെ മാധവ് ഇരുന്നു. അവൾ ചുറ്റുമൊന്ന് നോക്കി. ഒട്ടും പ്രൈവസി ഇല്ല എന്ന് അവൾക്ക് തോന്നി. നമുക്ക് മറ്റൊരു റെസ്റ്റോറന്റിൽ ഇരിക്കാമായിരുന്നു, അവൾ പറഞ്ഞു. ഇല്ല, എനിക്ക് ഉദയൻ ഇപ്പൊ വരും, അത്യാവശ്യമുള്ള കാര്യമാണ്. അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. അതാണ് ഞാൻ നിനക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്നിരുന്ന് കേൾക്കാൻ തയ്യാറായത്. ഇനിയിപ്പോ അവൻ വരുമ്പോ എനിക്ക് കാണുകയും ചെയ്യാലോ. നിനക്കെന്താ പറയാനുള്ളത്? മാധവ് ചോദിച്ചു. മാധവേട്ടന്റെ വിവാഹം കഴിഞ്ഞ കാര്യം ആരും എന്നോട് പറഞ്ഞില്ല, അവൾ പറഞ്ഞു. അങ്ങനെ കാര്യമായിട്ട് ഒരു പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അർച്ചന. ഞങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഒന്നും വിളിച്ചു നടത്തിയില്ല. അതുകൊണ്ടായിരിക്കും നീ അറിയാതിരുന്നത്, മാധവ് പറഞ്ഞു. എന്താ, പ്രണയ വിവാഹമായിരുന്നു എന്നോ? അതെ, അഖിലിനെ അറിയാമായിരുന്നു. അഖില് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, മാധവ് പറഞ്ഞു. പക്ഷെ ചേട്ടൻ എന്നോട് പറഞ്ഞില്ല, അവൾ പറഞ്ഞു. അതിനിപ്പോ എന്താണ്, അവൻ മറന്നു പോയതായിരിക്കും. നീ എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? താല്പര്യമില്ലാത്തതുപോലെ ഇഷ്ടക്കേടോട് കൂടി മാധവ് ചോദിച്ചു. അത് മനസ്സിലായതുപോലെ അവൾ മാധവിന്റെ മുഖത്തേക്ക് നോക്കി. മാധവേട്ടന്റെയും ആ ടീച്ചറിന്റെയും പ്രണയ വിവാഹമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അവൾ ചോദിച്ചതും അതെ. അപ്പൊ മാധവേട്ടന് പ്രണയിക്കാനൊക്കെ അറിയായിരുന്നു അല്ലേ? പ്രണയിക്കാൻ അറിയാമായിരുന്നു എങ്കിൽ ആ പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും അറിയാൻ പറ്റുമല്ലോ, അവൾ ചോദിച്ചു. മാധവ് അവളുടെ മുഖത്തേക്ക് കനപ്പിച്ച് ഒന്ന് നോക്കി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.